എസിനെ കുറിച്ച് ഇതുപോലെ ഒരുപാട് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചയ നേതാവായിട്ട് വരുന്നത്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വ്യത്യസ്ത മേഖലയിൽ കഠിനമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാണ് VS പറഞ്ഞത്. VSനെ ഞാൻ സ്പീക്കറായിട്ടോ മന്ത്രിയായിട്ടോ അല്ല, അതിന് മുൻപ് തന്നെ VSുമായിട്ട് ബന്ധമുണ്ട്. 90കളിൽ ജില്ലാ കൗൺസിൽ മെമ്പറായിട്ട് ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ പരവൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തളിയിൽ VS പ്രസംഗിക്കാൻ വന്നിട്ട് അതുവരെയൊക്കെ നമ്മൾ അകലെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. 90ലാണ് ഞാൻ ജില്ലാ കൗൺസിലിൽ നിൽക്കുമ്പോഴാണ് നേരിട്ട് വന്ന് ആ പൊതുയോഗത്തിൽ തളിയിൽ പ്രസംഗിച്ചത്. പിന്നെ ഞാൻ 96ലാണല്ലോ മന്ത്രിയായി സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ മുന്നണി കൺവീനറായിരുന്നു. ആ രീതിയിൽ മന്ത്രി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന നിലയ്ക്കുള്ള ഇടപെടൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെയാണ് 2001ലാണ് VS എന്നോടൊപ്പം അസംബ്ലിയിൽ പ്രവർത്തിക്കാനുള്ള അവസരമായി. 2001 ഞാൻ ജയിച്ച്, അന്ന് 96 ജയിച്ച് ഞാൻ മന്ത്രിയായി. 2001 LDF പരാജയപ്പെട്ടു, VS ജയിച്ചു. VS ഒന്ന് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ VSൻ്റെ കൂടെ പ്രവർത്തിക്കാം. അത് കഴിഞ്ഞാൽ 2006 തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും മത്സരിക്കുകയും VSും മത്സരിച്ചു. VS ജയിച്ച് മുഖ്യമന്ത്രിയായി. ആ മന്ത്രിസഭ രൂപം കൊണ്ട് സ്പീക്കർ എന്ന നിലയിൽ എന്നെയാണ് നിശ്ചയിച്ചത്. അപ്പോൾ സ്പീക്കറായിട്ട് എന്നെ നിശ്ചയിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം അങ്ങനെ സംഭവിച്ചു പോയത്. എനിക്ക് ജനപ്രതിയാകാൻ ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. കാരണം ആഗ്രഹം ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അത് മന്ത്രിയായി യാദൃച്ഛികമായിട്ടാണ് ഞാൻ മത്സരിച്ചു. ജയിക്കാൻ സാധ്യതയില്ലാത്ത ചേലക്കരയിൽ നിന്നാണ് ഞാൻ ജയിച്ച് MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വന്നില്ല. ഞാൻ അന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് CPMൻ്റെ ജയിച്ച വരെ ഒരാൾ ഞാനാണ്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ ചീഫായി ഞാൻ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS ആയി, ഉപനേതാവ് കൊടിയേരിയായിരുന്നു. അപ്പോൾ ആ ഒരു 5 കൊല്ലക്കാലം വലിയ സമരങ്ങൾ ഇതിൻ്റെ സഭയ്ക്കകത്തും പുറത്തും നടക്കുകയുണ്ടായി. അപ്പോൾ അതിനെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നത് VS ആണ്, കൊടിയേരിയാണ്. അതിനുശേഷം 2006 മത്സരം വന്നു. അപ്പം മത്സരിച്ചു. അങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്പീക്കറായി. അപ്പോൾ സ്പീക്കറാകുമ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സ്പീക്കറാണ്. എൻ്റെ ഇരട്ടി വയസ്സുള്ള ആളുകളാണ് ഭൂരിപക്ഷം എന്ന സഭയിൽ മന്ത്രിമാരായിട്ടും മറ്റ് അപ്പുറത്തുള്ളത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മുൻപേ പാനൽ ഓഫ് ചെയർമാന്മാരുടെ സീറ്റിൽ പോലും ഒരിക്കൽ പോലും ചെയറിലിരുന്നിട്ടില്ല. 5-10 വർഷം കഴിഞ്ഞ് കണ്ടുണ്ട്. അല്ലാതെ ചെയറിൽ ഞാൻ ഇരിക്കാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. മുൻ സ്പീക്കർമാർ വക്കം പുരുഷോത്തമൻ ചോദിച്ചിട്ടുണ്ട്, തേറമ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചെയറിലിരിക്കാൻ. അപ്പോൾ ഞാൻ ചെയറിലിരിക്കാൻ താല്പര്യം കാണിക്കാറില്ല. എനിക്ക് എല്ലാവരും ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു താല്പര്യം, അവരൊക്കെ അവരുടെ സ്വയം പര്യാപ്തത്തിൽ എത്തട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ ചെയറിലിരിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2006 ഞാൻ സ്പീക്കറായി. അപ്പോൾ VS മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 വർഷക്കാലം ഞാൻ സ്പീക്കർ, അദ്ദേഹം മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും പല സംഭവവാസങ്ങൾ നിയമസഭയാകുമ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത സംഭവവാസങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ടാവും. 2011 5 വർഷക്കാലം സ്പീക്കർ എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത്, അതെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ 2011 വീണ്ടും അദ്ദേഹം മത്സരിച്ചു, ഞാനും മത്സരിച്ചു. അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവ് 5 കൊല്ലം, 2011 തൊട്ട് 16 വരെ. ആ സമയത്ത് ഞാൻ അസംബ്ലിയിലുണ്ട്, ഞാൻ MLA ആയിട്ടുണ്ട്. 2016 ഞാൻ മത്സരിച്ചില്ല, VS മത്സരിച്ചു. 2016 ഞാൻ പാർട്ടി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് VS അന്ന് 2016 മത്സരിക്കുകയും അപ്പോഴേക്കും കുറേ കൂടി ഏജ്ഡ് ആയല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്താണ്, ഒരു ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയൊക്കെ മാറാൻ. അപ്പോൾ 2016 ആയപ്പോഴേക്കും നല്ലപോലെ ഏജിലേക്ക് ഈ VS എത്തി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അങ്ങനെയാണ് പിണറായി മുഖ്യമന്ത്രിയായി വന്നത്. 2019-20 ആകുമ്പോഴേക്കും VS വളരെ ഇതായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തി. എങ്കിലും 2021 വരെ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ പാർട്ടി തീരുമാനിച്ചതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സംഭാവന ഉണ്ടാവും എങ്കിൽ പോലും നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരങ്ങനെയാണ് വരേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായിട്ടല്ല, അതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട
തീരുമാനങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നമ്മൾ നിൽക്കുന്നത് നമുക്ക് വേണ്ടിയല്ലല്ലോ, ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ ദുരന്തം മാറ്റി അവിടെ എല്ലാ മനുഷ്യരും നന്മയുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഏകപക്ഷീയമായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പുറമേ നിന്നുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കും. പക്ഷേ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനമാണ് ഓരോ ആളുകളും നടപ്പിലാക്കുന്നത്. ആ അർത്ഥത്തിൽ പാർട്ടി തീരുമാനങ്ങൾ തന്നെയാണ് VS നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. VSനെ ഇപ്പോൾ ഒരാൾ ഇൻസ്പിറേഷനല്ലേ, കാരണം വളരെ ലോ ലെവലിൽ നിന്നും പടിപടിയായി അങ്ങ് ഉയർന്നു വരികയാണ്. വല്ലാത്ത അക്കാഡമിക് ക്വാളിഫിക്കേഷനില്ല, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന് ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമുക്കൊക്കെ ഇൻസ്പിറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഓരോ ഘട്ടത്തിലും സംഭാവന ചെയ്ത നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൽ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ, അല്ലെങ്കിൽ സാമ്രാജ്യത്തിനും ജന്മിത്വത്തിനും അടിമത്തത്തിനൊക്കെ എതിരായിട്ടുള്ള പോരാട്ടമല്ലേ ജീവിതം. അപ്പോൾ ആ ജീവിതത്തെ ഇൻസ്പയർ ചെയ്യണമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അതാണല്ലോ നമ്മുടെ ഈ പ്രത്യയശാസ്ത്രം മുന്നോട്ട് പോകുന്നത്, അത് ഉറച്ചു നിന്നുകൊണ്ടാണ്. അർത്ഥത്തിൽ VS മഹത്തായ സംഭാവനയാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. ഓരോ മനുഷ്യനെയും ഒരേപോലെ കാണാൻ പറ്റില്ല, എല്ലാ മനുഷ്യരും ഒരേപോലെ കാണാൻ കഴിയില്ല. ഓരോ മനുഷ്യനും ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും. എല്ലാവരും ഒരുപോലെ മോണാക്ടർ മിമിക്രിയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ നേതാക്കളെല്ലാം ഉള്ളിലും നന്മയുള്ള ആളെല്ലാം, പുറത്തേക്ക് എന്ന് പറയുന്നില്ല. EMS ആവട്ടെ, AKG ആവട്ടെ, അല്ലെങ്കിൽ കൃഷ്ണപിള്ള ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ VS ആവട്ടെ, നയനാരാവട്ടെ, അല്ലെങ്കിൽ പിണറായി, അവർക്കൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നുകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറച്ചുകൾ ചിലവർക്കുണ്ടാവും, ചിലവരുടെ സംസാരം ആയിരിക്കില്ല. ഒരാളുടെ ശരീരഭാഷ എന്നൊക്കെ ചിലപ്പോൾ പറയുന്നില്ല, ശരീരം അതേപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളെത്ര വിചാരിച്ചാലും ആ ശരീരത്തിനെ മാറ്റിമറിക്കാൻ പറ്റുമോ? നമ്മുടെ രീതികൾ, നമ്മൾ ചെറുപ്പം മുതൽക്കേ പഠിച്ചു വരുന്ന ചില രീതികൾ, അതൊക്കെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് പിന്നെ മോശക്കാരും നല്ലവരും കർക്കശക്കാരും സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ ആശയം നടപ്പിലാക്കുന്ന ആളുകളെല്ലാം ഒരേ മനസ്സായിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത്.